കർത്താവായ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ എല്ലാവർക്കും സ്നേഹവന്ദനങ്ങൾ. ബ്രെഡ് ഓഫ് ലൈഫിലേക്ക് വീണ്ടും എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ നമ്മുടെ ചിന്തയ്ക്കായിട്ട് 1 ദിനവൃത്താന്തം 4-ാം അധ്യായത്തിൻ്റെ 9-10 വാക്യങ്ങൾ വായിക്കാം. ഫസ്റ്റ് ക്രോണിക്കിൾസ് ചാപ്റ്റർ 4 വേഴ്സസ് 9 and 10. യബ്ബേസ് തൻ്റെ സഹോദരന്മാരെക്കാൾ ഏറ്റവും മാന്യൻ ആയിരുന്നു. അവൻ്റെ അമ്മ, ഞാൻ അവനെ വ്യസനത്തോടെ പ്രസവിച്ചു എന്ന് പറഞ്ഞ് അവന് യബ്ബേസ് എന്ന് പേരിട്ടു. യബ്ബേസ് ഇസ്രായേലിൻ്റെ ദൈവത്തോടെ, നീ എന്നെ നിശ്ചയമായി അനുഗ്രഹിച്ച് എൻ്റെ അതിർ വിസ്താരമാക്കുകയും നിൻ്റെ കൈ എന്നോടുകൂടെ ഇരുന്ന് അനർത്ഥം എനിക്ക് വ്യസന കാരണമായി തീരാതെ വണ്ണം എന്നെ കാക്കുകയും ചെയ്താൽ കൊള്ളായിരുന്നു എന്ന് അപേക്ഷിച്ചു. അവൻ അപേക്ഷിച്ചതിനെ ദൈവം അവന് നൽകി. യബ്ബേസിൻ്റെ പ്രാർത്ഥനയാണിത്. യബ്ബേസ് എന്ന വാക്കിൻ്റെ അർത്ഥം, അത് എബ്രായ പദത്തിൽ അതിൻ്റെ അർത്ഥം വ്യസനപുത്രൻ എന്നാണ്. വ്യസനപുത്രൻ, ചൈൽഡ് ഓഫ് സോറോ അല്ലെങ്കിൽ സോറോ മേക്കർ. ഒരു വ്യസനപുത്രൻ്റെ പ്രാർത്ഥനയാണിത്. ഏതാണ്ട് ഒരു പ്രാർത്ഥന ഒരു സെൻറ്റൻസേ ഉള്ളൂ, 32 വാക്കുകളുള്ള ഒരു സെൻറ്റൻസ്. യബ്ബേസ് തൻ്റെ വ്യസനം, തൻ്റെ പേരർത്ഥമാക്കുന്ന അവസ്ഥ തനിക്ക് മാറിക്കിട്ടണമെന്ന് ആഗ്രഹിച്ചു. അവിടെ അവൻ്റെ അമ്മയാണ് അവനങ്ങനെ പേരിട്ടത്. അവിടെ എഴുതിയിരിക്കുന്നത്, ഞാൻ അവനെ വ്യസനത്തോടെ പ്രസവിച്ചു എന്ന് പറഞ്ഞ് അവന് യബ്ബേസ് എന്ന് പേരിട്ടു. അവൻ്റെ അമ്മ അങ്ങനെ പേരിട്ടു. വ്യസനത്തോടെ പ്രസവിച്ചു എന്ന് പറയുമ്പോൾ പ്രസവ വേദന മൂലമുള്ള വ്യസനമല്ല. കാരണം കുഞ്ഞിനെ കാണുമ്പോൾ ആ വ്യസനം അങ്ങ് മാറുമല്ലോ, ആ വേദന അങ്ങ് മാറുമല്ലോ. ഇപ്പോൾ എന്നാൽ നമുക്ക് ചിന്തിക്കാം, ഈ കുഞ്ഞ് അമ്മയുടെ ഉദരത്തിൽ ഉരുവായപ്പോൾ ഏതോ ഒരു വിഷയത്തെക്കുറിച്ച് ഒരുപക്ഷെ ഒരു വ്യസനിച്ചിരിക്കാം, അവരുടെ ജീവിതത്തിൽ ഉണ്ടായി കാണാം. അതിനെക്കുറിച്ചുള്ള വ്യസനമായിരിക്കാം. അപ്പോൾ ആ കാലം മുഴുവനും ഒരു വ്യസനത്തോടെ ആയിരുന്നിരിക്കാം. അപ്പോൾ ഈ കുഞ്ഞുണ്ടായപ്പോൾ അവന് യബ്ബേസ് എന്ന് പേരിട്ടു. തൻ്റേതല്ലാത്ത കാരണത്താൽ ശിക്ഷ ഏൽക്കേണ്ടി വന്ന ഒരാൾ. അപ്പോൾ അവൻ്റെ ജീവിതത്തിൽ അവന് യബ്ബേസ് എന്നുള്ള വിളി കേൾക്കുമ്പോൾ, അല്ലെങ്കിൽ മറ്റുള്ളവർ അവനെ അങ്ങനെ വിളിക്കുമ്പോൾ അവന് തന്നെ ഒരു വേദന തോന്നുന്നു. മറ്റുള്ളവർക്ക് അവനോട് സഹതാപം തോന്നുന്നു. അവൻ്റെ അമ്മയ്ക്ക് അവനൊരു വേദന തോന്നുന്നു. അവൻ്റെ അമ്മയ്ക്കാണെങ്കിലും ആ പേര് കേൾക്കുമ്പോൾ വേദന തോന്നുന്നു. അപ്പോൾ അവൻ്റെ ജീവിതത്തിൽ അവൻ വിചാരിച്ചു, ഈ അവസ്ഥയ്ക്ക് ഒരു മാറ്റം വരണമെന്ന് യബ്ബേസ് വിചാരിച്ചു. വേദപുസ്തകത്തിൽ ഈ പേരുകൾക്ക് വളരെ പ്രാധാന്യമുണ്ട്. യഹോവയായ ദൈവം തന്നെയും പലരുടെയും പേരുകൾ ഇട്ടിട്ടുണ്ട്. ആദമിൻ്റെ പേര്, ഇസ്മായേലിൻ്റെ പേര്, ഇസഹാക്കിൻ്റെ പേര്, യേശുവിൻ്റെ പേര്. യേശു എന്ന് ദൂതൻ പറഞ്ഞതനുസരിച്ചാണല്ലോ പേരിട്ടത്. ജോൺ ദ ബാപ്റ്റിസ്റ്റ്, യോഹന്നാൻ എന്ന പേര്, ഇതെല്ലാം യഹോവയായ ദൈവം തന്നെ പറഞ്ഞു കൊടുത്ത പേരുകളാണ്. അപ്പോൾ തന്നെ ദൈവം തന്നെ പലരുടെയും പേരുകൾ മാറ്റി. അബ്രഹാം എന്നുള്ള പേര് മാറ്റി അബ്രഹാം എന്നാക്കി. സാറായി എന്നുള്ളത് സാറായാക്കി. പത്രോസിൻ്റെ പേര് ശിമോൻ എന്നായിരുന്നുള്ളത് പത്രോസ് എന്നാക്കി. യാക്കോബിൻ്റെ പേര് യാക്കോബ് എന്നുള്ള പേര് മാറ്റി ഇസ്രായേൽ എന്നാക്കി. അങ്ങനെ യഹോവയായ ദൈവം തന്നെ അവിടെ പേര് മാറ്റുന്നുണ്ട്. അത് തന്നെയല്ല നമുക്ക് വേദപുസ്തകത്തിൽ കാണുവാൻ കഴിയും. റാഹേൽ ബെന്യാമീനെ പ്രസവിച്ചപ്പോൾ റാഹേലിട്ട പേര് ബെനോനി എന്നായിരുന്നു. ആ പ്രസവിച്ചപ്പോൾ തന്നെ അവൻ്റെ അമ്മ മരിച്ചുപോയി. ആ ബെനോനി എന്നുള്ള പേരിൻ്റെ അർത്ഥം സൺ ഓഫ് മൈ സോറോ എന്നാണ്. അത് കഴിഞ്ഞപ്പോൾ അവൻ്റെ അമ്മ അങ്ങനെ പേരിട്ടിട്ട് മരിച്ചു. എന്നാൽ അവൻ്റെ അപ്പനായ യാക്കോബ് അവൻ്റെ പേര് മാറ്റി, ബെനോനി എന്നുള്ള പേര് മാറ്റിയിട്ട് ബെന്യാമിൻ എന്നുള്ള പേരിട്ടു. സൺ ഓഫ് മൈ റൈറ്റ് ഹാൻഡ് എന്നുള്ള പേരിട്ടു. അപ്പോൾ പേരുകൾക്ക് വളരെ പ്രാധാന്യമുണ്ടെന്ന് വേദപുസ്തകം പഠിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയും. ഈ യബ്ബേസ് വിചാരിച്ചു, തൻ്റെ പേര് വെളിവാക്കുന്ന തൻ്റെ അവസ്ഥയ്ക്ക് ഒരു മാറ്റം വരണമെന്ന് യബ്ബേസ് അവിടെ വിചാരിച്ചു. തൻ്റെ ജീവിതം തുടങ്ങിയതുപോലെ അവസാനിക്കരുതെന്ന് യബ്ബേസ് വിചാരിച്ചു. യബ്ബേസ് എന്ത് ചെയ്തു? യബ്ബേസ് ആദ്യം അതിനുവേണ്ടി ദൈവത്തിൻ്റെ മുഖത്തേക്ക് നോക്കി, ദൈവകരങ്ങളിലേക്ക് നോക്കി, ദൈവത്തോട് അപേക്ഷിച്ചു. തൻ്റെ അവസ്ഥകൾക്ക് മാറ്റം വരുവാൻ വേണ്ടി അപേക്ഷിച്ചു. ദൈവവചനത്തിൽ നമുക്ക് കാണും, യോബ് പറയുന്നുണ്ട്, എൻ്റെ സ്നേഹിതർ
എന്നെ പരിഹസിക്കുമ്പോൾ എൻ്റെ കണ്ണുകൾ ഞാൻ ദൈവത്തിങ്കിലേക്ക് ഉയർത്തുന്നു എന്ന്. യോബ് 16-ാം അധ്യായത്തിൻ്റെ 20-ാം വാക്യത്തിൽ നമുക്ക് കാണുവാൻ കഴിയും. തൻ്റെ സ്നേഹിതർ അപമാനിച്ചപ്പോൾ, സ്നേഹിതർ യോബിനെ പരിഹസിച്ചപ്പോൾ, യോബിനെ നോക്കുവാൻ പോലും അവൻ്റെ അവസ്ഥ അങ്ങനെ ആയിരുന്നപ്പോൾ അവന് നോക്കുവാൻ വേറെ ഒരു ഇടമില്ലായിരുന്നു. അവൻ ദൈവത്തിങ്കിലേക്ക് നോക്കിയെന്ന്. ദാവീദ് തൻ്റെ ജീവിതത്തിൽ പ്രശ്നങ്ങൾ ഉണ്ടായപ്പോൾ ദാവീദ് ദൈവത്തോട് പ്രാർത്ഥിക്കുന്നുണ്ട്. 5-ാം സങ്കീർത്തനത്തിൻ്റെ 1-2 വാക്യങ്ങളിൽ നമുക്കത് കാണുവാൻ കഴിയും. ദാവീദ് ഇങ്ങനെ പ്രാർത്ഥിക്കുന്നു: യഹോവേ, എൻ്റെ വാക്കുകൾക്ക് ചെവി തരണമേ, എൻ്റെ ധ്യാനത്തെ ശ്രദ്ധിക്കണമേ, എൻ്റെ രാജാവും എൻ്റെ ദൈവവുമായുള്ളവേ, എൻ്റെ സങ്കട യാചന കേൾക്കണമേ, നിന്നോടല്ലോ ഞാൻ പ്രാർത്ഥിക്കുന്നത്. ദാവീദ് പറയുക, കർത്താവേ, എൻ്റെ പ്രാർത്ഥന കേൾക്കണമേ, എൻ്റെ സങ്കട യാചന കേൾക്കണമേ. നീ രാജാവാണ്, നീ വലിയ ദൈവമാണ്, നീ എൻ്റെ പ്രാർത്ഥന കേൾക്കണം, എൻ്റെ സങ്കടയാചന കേട്ട് എനിക്ക് മറുപടി തരണമേന്ന് ദാവീദും പ്രാർത്ഥിക്കുന്നതായിട്ട് നമുക്ക് കാണുവാൻ കഴിയും. അപ്പോൾ ഈ പ്രാർത്ഥനയ്ക്ക് ഒരു മറുപടി ഉണ്ടെന്ന് എബേസ് മനസ്സിലാക്കി. പ്രാർത്ഥനയ്ക്ക് ഒരു മറുപടി ഉണ്ട്, തൻ്റെ അവസ്ഥയ്ക്ക് ഒരു മാറ്റം വരണം. അപ്പോൾ അവനെ മറ്റുള്ളവർ അവൻ്റെ പേര് എബേസ് എന്ന് അവനെ വിളിക്കുമ്പോൾ അവന് വേദന തോന്നാറുണ്ട്, അവൻ്റെ അമ്മയ്ക്ക് വേദന തോന്നാറുണ്ട്, മറ്റുള്ളവരുടെ സഹതാപത്തോടുള്ള നോട്ടം അവന് വേദന കൊണ്ടുവരും. അന്നേരം അവന് വേദനകൾ തോന്നുമ്പോൾ അവൻ ആ സമയത്തൊന്നും അവൻ ദൈവത്തെയോ അല്ലെങ്കിൽ അവൻ്റെ മാതാവിനെയോ പഴി പറയാതെ അവൻ ദൈവത്തിങ്കിലേക്ക് നോക്കി. തൻ്റെ വിധിയെ പഴി പറഞ്ഞില്ല, ദൈവത്തെ പഴി പറഞ്ഞില്ല. അവൻ്റെ കണ്ണുകൾ ദൈവത്തിലേക്ക് ഉയർത്തി. ഇവിടെ നമുക്ക് എബേസിനെ പറ്റി നോക്കുമ്പോൾ എബേസിൻ്റെ പ്രാർത്ഥനയ്ക്ക് ദൈവം മറുപടി കൊടുത്തതായിട്ട് അവിടെ കിടക്കുന്നു. എബേസിന് ദൈവത്തെപ്പറ്റി നല്ലൊരു അറിവുണ്ടായിരുന്നു. ആരാണ് ദൈവം? എബേസിനറിയും സകലത്തിന് സൃഷ്ടിച്ചവനാണ് ഈ ദൈവം, സകലത്തിന് കാരണഭൂതനാണ് ഈ ദൈവം, സകലത്തിൻ്റെ മേലും അധികാരമുള്ളവനാണ് ഈ ദൈവമെന്ന് എബേസിന് അറിയാമായിരുന്നു. തൻ്റെ അവസ്ഥകൾക്ക് മാറ്റം വരുത്തുവാൻ ഈ ദൈവത്തിന് കഴിയുമെന്ന് എബേസിന് അറിയാമായിരുന്നു. ഒരു പക്ഷെ തൻ്റെ പേര് മാറുകയില്ലെങ്കിലും തൻ്റെ അവസ്ഥയ്ക്ക് മാറ്റം വരുത്തുവാൻ ഈ ദൈവത്തിന് കഴിയുമെന്ന് എബേസ് വിശ്വസിച്ചു. അതുതന്നെയല്ല, ദൈവം പ്രാർത്ഥനയ്ക്ക് മറുപടി തരുമെന്ന് എബേസ് വിശ്വസിച്ചു. അതുതന്നെയല്ല, ദൈവത്തിൽ എബേസ് പൂർണ്ണമായും ആശ്രയിച്ചു. അതുതന്നെയല്ല, ഈ ദൈവം അനുഗ്രഹിക്കുന്ന ദൈവമാണെന്ന് എബേസ് മനസ്സിലാക്കിയിരുന്നു. അതുതന്നെയല്ല, തനിക്ക് അനർത്ഥമുണ്ടാകുമ്പോൾ ആ അനർത്ഥത്തിൽ നിന്ന് വിടിവിക്കുവാൻ കഴിവുള്ളവനാണ് ഈ ദൈവമെന്ന് എബേസ് വിശ്വസിച്ചു. അതുകൊണ്ട് ദൈവജനം പറയുന്നു, സൈന്യ ബഹുത്വത്താൽ രാജാവ് ജയം പ്രാപിക്കുന്നില്ല, ജയത്തിന് കുതിര വ്യർത്ഥമാകുന്നു, ബലാധിക്യം കൊണ്ട് വീരൻ രക്ഷപ്പെടുന്നതുമില്ല. അവിടെ പറയുന്നത് സൈന്യ ബഹുത്വത്താൽ, സൈന്യം എത്രയും ഉണ്ടെങ്കിലും രാജാവ് ജയം പ്രാപിക്കണമെന്നില്ല. ഒരു വീരനായ മനുഷ്യൻ തൻ്റെ ബലത്തിൽ ആശ്രയിച്ചാലും അവിടെ ജയം പ്രാപിക്കണമെന്നില്ല. ജയം വരണമെങ്കിൽ അനേകായിരം കുതിരകൾ ഉണ്ടെങ്കിലും അവിടെ ജയം വരണമെന്നില്ല. പക്ഷെ ജയം ആരുടെ കരങ്ങളിൽ നിന്ന് വരുന്നു? ജയം ദൈവത്തിൻ്റെ കരങ്ങളിൽ നിന്നാണ് വരുന്ന എബേസ് മനസ്സിലാക്കി. ദൈവവചനത്തിൽ ഇങ്ങനെ പറയുന്നു, അതുകൊണ്ട് യഹോവയുടെ ദൃഷ്ടി തൻ്റെ ഭക്തന്മാരുടെ മേലും തൻ്റെ ദയയ്ക്കായി യാചിക്കുന്നവരുടെ പ്രത്യാശിക്കുന്നവരുടെ മേലും ഇരിക്കുന്നുവെന്ന്. ദൈവത്തിൻ്റെ ദൃഷ്ടി ആരുടെ മേലാണ്? ദൈവത്തിൻ്റെ ദൃഷ്ടി ഇരിക്കും തൻ്റെ ഭക്തന്മാരുടെ മേലും തൻ്റെ ദയയ്ക്കായി പ്രത്യാശിക്കുന്നവരുടെ മേൽ യഹോവയുടെ ദൃഷ്ടി ഇരിക്കുന്നുവെന്ന്. ഇത് എബേസിന് നല്ലവണ്ണം അറിയാം. നമുക്കത് സങ്കീർത്തനം 33-ാം അധ്യായത്തിൻ്റെ 16, 17, 18 വാക്യങ്ങളിൽ കാണുവാൻ കഴിയും. യഹോവയുടെ ദൃഷ്ടി എവിടെയാണ്? തൻ്റെ ഭക്തന്മാരുടെ മേൽ, തൻ്റെ ദയയ്ക്കായി യാചിക്കുന്നവരുടെ മേൽ. ഈ വലിയവനായ ദൈവത്തിൻ്റെ മുമ്പിൽ വന്ന് തൻ്റെ ദയയ്ക്കായി യാചിക്കുന്നവരുടെ മേൽ തൻ്റെ ദൃഷ്ടി ഉണ്ടെന്ന് എബേസ് മനസ്സിലാക്കി. അപ്പോൾ എബേസ് വേറെ ഒന്നിലും ആശ്രയിച്ചില്ല, എബേസ് ദൈവത്തിൽ തന്നെ ആശ്രയിച്ചു. അപ്പോൾ ദൈവത്തിൽ ആശ്രയിച്ചുകൊണ്ട് എബേസ് പ്രാർത്ഥിച്ചു. എബേസ് എങ്ങനെയാണ്? എബേസിനെ പറ്റി പറയുന്നത് അവൻ തൻ്റെ സഹോദരന്മാരെക്കാട്ടിൽ മാന്യനായിരുന്നുവെന്ന്. അവൻ ഏത് കാര്യത്തിലാണ് മാന്യനായി തീർന്നെന്ന് ഇവിടെ എഴുതിയിട്ടില്ല, പക്ഷെ അവൻ്റെ സഹോദരങ്ങളെക്കാട്ടിലും മാന്യനായിരുന്നു. അവൻ പ്രാർത്ഥനയിൽ അവൻ മാന്യനായിരുന്നു. അവൻ പ്രാർത്ഥിക്കാൻ ദൈവവചനം പറയുന്നത് തന്നെ അന്വേഷിക്കുന്ന ബുദ്ധിമാൻ ഉണ്ടോ എന്ന് കാണുവാൻ ദൈവം സ്വർഗത്തിൽ നിന്ന് നോക്കുന്നു എന്നാണ്. തന്നെ അന്വേഷിക്കുന്നവരുണ്ടോ? തന്നിൽ ആശ്രയിക്കുന്നവരുണ്ടോ? തൻ്റെ ദയയ്ക്ക് വേണ്ടി കടാക്ഷിക്കുന്നവരുണ്ടോ എന്ന് ദൈവം സ്വർഗത്തിൽ നിന്ന് നോക്കുന്നവനാണ്. അപ്പോൾ ഈ എബേസ് ദൈവത്തോട് പ്രാർത്ഥിച്ചു.
അനുഗ്രഹം വാങ്ങി അവൻ്റെ അവസ്ഥയ്ക്ക് മാറ്റം വന്നു. അതുകൊണ്ടായിരിക്കും ഒരുപക്ഷെ അവിടെ എഴുതിയിരിക്കുന്നത് അവൻ തൻ്റെ സഹോദരന്മാരെക്കാട്ടിൽ മാന്യനായിരുന്നുവെന്ന്. എങ്ങനെയായിരുന്നു യഹോവ ആരോടാണ് പ്രാർത്ഥിച്ചത്? ഇവിടെ എഴുതിയിരിക്കുന്നു അവൻ ഇസ്രയേലിൻ്റെ ദൈവത്തോടെ പ്രാർത്ഥിച്ചുവെന്ന്. ഇസ്രയേലിൻ്റെ ദൈവത്തോടെ. എന്താണ് ഇസ്രയേലിൻ്റെ ദൈവത്തിൻ്റെ പ്രത്യേകത? ഇസ്രയേൽ അവനെ സംബന്ധിച്ച് നോക്കുമ്പോൾ ഇസ്രയേലിൻ്റെ ദൈവം അവൻ്റെ പ്രമാണത്തിൽ നിന്ന് അവൻ മനസ്സിലാക്കി, ദൈവവചനത്തിൽ നിന്ന് അവൻ മനസ്സിലാക്കിയിട്ടുണ്ട്. ഇസ്രയേലിൻ്റെ ദൈവം അനുഗ്രഹിക്കുന്നവനായ ദൈവമാണെന്ന് അവൻ മനസ്സിലാക്കിയിട്ടുണ്ട്. കാരണം യാക്കോബിനെ ഇസ്രയേലാക്കിയത് യഹോവയായ ദൈവമാണ്. യാക്കോബ് കരഞ്ഞ് വിളിച്ച് ദൈവത്തോട് അപേക്ഷിച്ചപ്പോൾ ആ യാക്കോബെന്ന് യുബായിയായ യാക്കോബിൻ്റെ പേര് മാറ്റി ഇസ്രയേലാക്കിയത് യഹോവയോട് ഞാൻ കരഞ്ഞ് പ്രാർത്ഥിക്കുമ്പോൾ എൻ്റെ പേരിൻ്റെ അർത്ഥം മാറ്റി, എൻ്റെ അവസ്ഥകളെ മാറ്റി ഒരു അനുഗ്രഹിക്കുന്ന ദൈവത്തെയാണ് ഞാൻ വിളിക്കുന്നത് എന്നുള്ള ബോധം യബേസിന് ഉണ്ടായിരുന്നു. ഇസ്രയേലിൻ്റെ ദൈവത്തോട് അവൻ പ്രാർത്ഥിച്ചു. നമുക്കറിയാം യാക്കോബിൻ്റെ പിതാവ് യാക്കോബിനെ അനുഗ്രഹിച്ചെങ്കിലും അനേക സമ്പത്തിൻ്റെ ഉടമയായി യാക്കോബ് തീർന്നുവെങ്കിലും യാക്കോബിൻ്റെ ജീവിതത്തിൽ സമാധാനമുണ്ടായിരുന്നില്ല. അപ്പോൾ യാക്കോബ് എന്ത് ചെയ്തു? ദൈവത്തോടെ അവൻ ദൂതനോട് മൽപ്പിടിച്ച് ദൈവത്തോടെ പറഞ്ഞു, ദൈവമേ നീ എന്നെ അനുഗ്രഹിച്ചല്ലാതെ ഞാൻ നിന്നെ വിടുകയില്ല എന്ന്. നമുക്ക് ഹോശേയ പുസ്തകം 12-ാം അധ്യായത്തിൻ്റെ 4-ാം വാക്യത്തിൽ നമുക്കവിടെ കാണാൻ കഴിയും. അവൻ ദൈവത്തോട് കരഞ്ഞപേക്ഷിച്ചു എന്ന് നമുക്ക് കാണുവാൻ കഴിയും. അപ്പോൾ അവൻ ദൈവത്തോട് കരഞ്ഞപേക്ഷിച്ചപ്പോൾ യാക്കോബിന് എന്തുകൊണ്ട് ദൈവം യാക്കോബിനെ അനുഗ്രഹിച്ച് അവൻ്റെ അവസ്ഥകൾക്ക് ദൈവം മാറ്റം വരുത്തി. ആ ദൈവത്തോട് അത് തന്നെയല്ല യാക്കോബിൻ്റെ ദൈവം ഇസ്രയേലിൻ്റെ ദൈവം എന്ന് പറഞ്ഞ് ഇസ്രയേലുമായിട്ട് താൻ തിരഞ്ഞെടുക്കപ്പെട്ട മക്കളുമായിട്ട് ഒരു ഉടമ്പടി ചെയ്ത ദൈവമാണ്. അപ്പോൾ ആ ദൈവത്തോട് പ്രാർത്ഥിച്ചാൽ നിശ്ചയമായും എന്നെ അനുഗ്രഹിക്കുമെന്നുള്ള ആ അറിവ് യബേസിനുണ്ടായിരുന്നു. ആ അറിവ് ഉണ്ടായപ്പോൾ ആ ദൈവത്തിൽ തന്നെ ആശ്രയിക്കുവാൻ തീരുമാനിച്ചു. പ്രിയപ്പെട്ടവരെ, നമുക്ക് ഈ അറിവുണ്ട്. നമ്മുടെ ദൈവം നമ്മളെ അനുഗ്രഹിക്കുന്ന ദൈവമാണെന്നുള്ള അറിവ് നമുക്കുണ്ട്. നാമും ദൈവം അനുഗ്രഹിക്കും. നമ്മുടെ എല്ലാ വേളകളിലും നമുക്ക് പ്രാർത്ഥിക്കുവാൻ കഴിയും. കർത്താവേ, നമ്മുടെ സന്തോഷത്തിൻ്റെ വേളകളിൽ മാത്രമല്ല, നമ്മുടെ ആവശ്യങ്ങളുടെ മുഖത്ത് മാത്രമല്ല, നമ്മളെ അനുഗ്രഹിക്കുവാൻ എപ്പോഴും ദൈവം നമ്മളെ കാത്തിരിക്കുന്ന ദൈവമാണ് നമ്മുടെ ദൈവം. അപ്പോൾ ഈ അനുഗ്രഹിക്കുന്ന ദൈവത്തോടാണ് യബേസ് പ്രാർത്ഥിച്ചത്. അപ്പോൾ ഒന്നാമതായി യബേസ് എന്താണ് പ്രാർത്ഥിച്ചത്? അവിടെ കിടക്കുന്നത് നീ എന്നെ നിശ്ചയമായും അനുഗ്രഹിക്കണം. ഒന്നാമത്തെ പ്രാർത്ഥന അവൻ്റെ പ്രാർത്ഥനയിലെ ഒന്നാമത്തെ ആവശ്യം, കർത്താവേ, എൻ്റെ ദൈവമേ, നീ എന്നെ നിശ്ചയമായും എന്നെ അനുഗ്രഹിക്കണം. അപ്പോൾ അനുഗ്രഹിക്കണമെന്ന് ഏതെല്ലാം ഏരിയാസിൽ എന്നെ അനുഗ്രഹിക്കണമെന്ന് അവിടെ യബേസ് പറയുന്നില്ല. ഒരു ബ്ലാങ്ക് പേപ്പർ അങ്ങ് കൊടുക്കുകയാണ്. ദൈവമേ, എന്നെ നീ അനുഗ്രഹിക്കണം. ദൈവം തീരുമാനിക്കട്ടെ. ദൈവം ഓൾറെഡി തീരുമാനിച്ചു വെച്ചിരിക്കുകയാണ് നമ്മുടെ അനുഗ്രഹങ്ങളെ പറ്റിയൊക്കെ. അതുതന്നെയല്ല, ഓൾറെഡി നമ്മളെ ദൈവം സ്വർഗത്തിലെ ആത്മീക അനുഗ്രഹങ്ങളാൽ നമ്മൾ അനുഗ്രഹിച്ചിരിക്കുകയാണ്. ഇവിടെ യബേസ് കർത്താവിനോട്, യഹോവയായ ദൈവത്തോടെ പറഞ്ഞു, ദൈവമേ, നീ എന്നെ അനുഗ്രഹിക്കണം. ആ അനുഗ്രഹിക്കണമേ എന്ന് പറയുമ്പോൾ അവൻ്റെ ഉള്ളിലെ അവസ്ഥകൾ ദൈവത്തിന് മനസ്സിലാക്കുവാൻ കഴിയും. വളരെ സിൻസിയറായിട്ടാണ് അവൻ അപേക്ഷിക്കുന്നത്. ദൈവമേ, എന്നെ അപേക്ഷിക്കണമേ. അവൻ്റെ ആവശ്യത്തിൻ്റെ മുഖത്ത് നിന്നാണ് അവൻ ദൈവത്തോടെ പറയുന്നത്. അവൻ്റെ മോട്ടീവ് ശരിയായിട്ടുള്ള മോട്ടീവായിരുന്നു. അവൻ്റെ ആവശ്യങ്ങളുടെ സങ്കട യാചന, കർത്താവേ, എൻ്റെ അവസ്ഥ ഇങ്ങനെയാണ്, തീർച്ചയായിട്ടും അവനിങ്ങനെ എന്നെ അനുഗ്രഹിക്കണമേ എന്ന് അവൻ പറയുമ്പോൾ അവൻ്റെ ഉള്ളിലുണ്ട് അവൻ്റെ അവസ്ഥ. ദൈവമേ, നിനക്കറിയാമല്ലോ, നീ എന്നെ മറ്റുള്ളവർ എന്നെ സഹതാപത്തോടു കൂടി നോക്കുന്നു, വേദനയോടുകൂടി നോക്കുന്നു, എനിക്ക് തന്നെ വേദന വരുന്നു. കർത്താവേ, നീ നിശ്ചയമായും എന്നെ അനുഗ്രഹിക്കണമെന്ന് പറയുന്നു. ദൈവവചനത്തിൽ പറയുന്നുണ്ട്, നീതിമാന്റെ ശ്രദ്ധയോടുകൂടിയ പ്രാർത്ഥന വളരെ ഫലിക്കുന്നുവെന്ന്. ഈ മനുഷ്യൻ, ഈ യബേസ് പ്രാർത്ഥിച്ചു വളരെ താഴ്മയോടുകൂടിയാണ് പ്രാർത്ഥിച്ചത്. വളരെ താഴ്മയോടുകൂടി, സിൻസിയറായിട്ട്, ശരിയായിട്ടുള്ള നല്ല ഉദ്ദേശത്തോടു കൂടി തൻ്റെ പ്രാർത്ഥന ദൈവത്തിൻ്റെ കരങ്ങളിൽ യബേസ് സമർപ്പിച്ചു. ദൈവവചനം പറയുന്നത്, ദൈവം നിഗളികളോട് എതിർത്ത് നിൽക്കുന്നു, താഴ്മയുള്ളവർക്കോ അവൻ കൃപ കൊടുക്കുന്നു. അതുകൊണ്ട് തക്ക സമയത്ത് നിങ്ങളെ ഉയർത്തേണ്ടതിന് ബലമുള്ള കരങ്ങളിൽ താഴ്ന്നിരിപ്പീൻ. അവൻ താഴ്മയോടുകൂടി അവൻ ദൈവത്തോട് അപേക്ഷിച്ചു. നീതിമാന്റെ ശ്രദ്ധയോടുകൂടിയ പ്രാർത്ഥന വളരെ ഫലിക്കുന്നു. ദൈവവചനം പറയുന്നു, 1 പത്രോസ് 3-ാം അധ്യായത്തിൻ്റെ 10-12 വാക്യങ്ങളിൽ ഇങ്ങനെ പറയുന്നു, ദൈവം ആരുടെ പ്രാർത്ഥനയാണ് കേൾക്കുന്നതെന്ന് അവിടെ പറയുന്നുണ്ട്. അവിടെ ഇങ്ങനെ എഴുതിയിരിക്കുന്നു,
ജീവനെ ആഗ്രഹിക്കുകയും ശുഭകാലം കാണുവാൻ ഇച്ഛിക്കുകയും ചെയ്യുന്നവൻ ദോഷം ചെയ്യാതെ തൻ്റെ നാവിനെയും വ്യാജം പറയാതെ അധരത്തെ അടക്കിക്കൊള്ളട്ടെ. അവൻ ദോഷം വിട്ടകന്ന് ഗുണം ചെയ്യുകയും സമാധാനം അന്വേഷിച്ച് പിന്തുടരുകയും ചെയ്യട്ടെ. അടുത്ത വാക്യം, കർത്താവിൻ്റെ കണ്ണ് നീതിമാന്മാരുടെ മേലും അവൻ്റെ ചെവി അവരുടെ പ്രാർത്ഥനയ്ക്കും തുറന്നിരിക്കുന്നു. എന്നാൽ കർത്താവിൻ്റെ മുഖം ദുഷ്പ്രവൃത്തിക്കാർക്ക് പ്രതികൂലമായിരിക്കുന്നു. നീതിമാന്മാരുടെ മേൽ യഹോവയുടെ ദൈവത്തിൻ്റെ കണ്ണുണ്ട്. അവരുടെ പ്രാർത്ഥനയ്ക്ക് അവൻ്റെ കണ്ണ് തുറന്നും അവരുടെ പ്രാർത്ഥന കേൾക്കുവാൻ തക്കവണ്ണം അവൻ്റെ ചെവി തുറന്നും ഇരിക്കുന്നുവെന്ന്. അപ്പോൾ നീതിമാൻ്റെ ശ്രദ്ധയോടുകൂടിയ പ്രാർത്ഥന വളരെ ഫലിക്കുന്നുവെന്ന് ദൈവവചനം പറയുമ്പോൾ, ഒരു നീതിമാൻ്റെ സ്ഥാനത്ത് നിന്ന് ഒരു നീതിമാനായിക്കൊണ്ട് ഈ എബേസ് പ്രാർത്ഥിച്ചപ്പോൾ എബേസിൻ്റെ പ്രാർത്ഥന ദൈവം ഇവിടെ കേൾക്കുത്ത് എബേസിന് മറുപടി കൊടുക്കുന്നു. അപ്പോൾ എബേസ് കർത്താവെ നീ എന്നെ അനുഗ്രഹിക്കണമെന്ന് എബേസ് ഇവിടെ പ്രാർത്ഥിക്കുന്നുണ്ട്. അപ്പോൾ നിശ്ചയമായി എന്നെ അനുഗ്രഹിക്കണം. അപ്പോൾ ആരെയാണ് ദൈവം അനുഗ്രഹിക്കുന്നത്? ആരുടെ പ്രാർത്ഥനയാണ് ദൈവം കേൾക്കുന്നത് നമ്മൾ കണ്ടു. എബേസ് കർത്താവെ നീ എന്നെ അനുഗ്രഹിക്കണം. ദൈവവചനം പറയുന്നത് യഹോവ എൻ്റെ ഇടയനാകുന്നുവെന്ന് ദൈവവചനം സങ്കീർത്തനക്കാരൻ പറയുമ്പോൾ ആ സങ്കീർത്തനക്കാരന് അവസാനം പറയുന്നുണ്ട്, നന്മയും കരുണയും എൻ്റെ ആയുഷ്കാലമൊക്കെയും എന്നെ പിന്തുടരുമെന്ന് പറയുന്നുണ്ട്. നന്മയും കരുണയും എൻ്റെ ആയുഷ്കാലമൊക്കെയും എന്നെ പിന്തുടരുന്നുവെന്ന്. അപ്പോൾ ദൈവമായ യഹോവ നമ്മുടെ ഇടയനാണെങ്കിൽ, ആ ഇടയൻ്റെ കൂടെ നാം പോവുകയാണെങ്കിൽ തീർച്ചയായിട്ടും പ്രിയപ്പെട്ടവരെ നന്മയും കരുണയും നമ്മളെ പിന്തുടരുമെന്നുള്ള ദൈവത്തിൻ്റെ മാറ്റമില്ലാത്ത വചനമാണ്. അപ്പോൾ എബേസ് പ്രാർത്ഥിച്ചു, കർത്താവെ എന്നെ അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിച്ചു. ദൈവവചനത്തിൽ പറയുന്നുണ്ട് തീർച്ചയായിട്ടും നമ്മൾ ശരിയായിട്ടുള്ള മോട്ടീവോടുകൂടി നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ തീർച്ചയായിട്ടും ദൈവം നമ്മളെ അനുഗ്രഹിക്കും. കാരണം കർത്താവ് പറയുന്ന ദോഷികളായ നിങ്ങളുടെ മക്കൾക്ക് നല്ല ദാനങ്ങളെ കൊടുക്കുന്നുവെങ്കിൽ തന്നോട് യാചിക്കുന്നവർക്ക് അവൻ നന്മ എത്രയധികം കൊടുക്കുമെന്ന്. ദോഷികളായ നമ്മുടെ മക്കൾക്ക് നല്ല ദാനങ്ങളെ കൊടുക്കുന്നുവെങ്കിൽ നമ്മുടെ യഹോവയായ ദൈവം, നമ്മുടെ കർത്താവ്, നമ്മളെ സ്നേഹിക്കുന്നവൻ നമ്മൾക്ക് നന്മ എത്രയധികം തരുമെന്ന് പറയുന്നു. അതുപോലെ ദൈവവചനം പറയുന്നുണ്ട്, മുൻപേ അവൻ്റെ രാജ്യവും നീതിയും അന്വേഷിപ്പീൻ, അതോടുകൂടി ഇതൊക്കെയും നിങ്ങൾക്ക് ലഭിക്കുമെന്ന്. ഇതൊക്കെയെന്ന് നമ്മുടെ ജീവിതത്തിൽ ആവശ്യമുള്ള കാര്യങ്ങളെല്ലാം തരുമെന്ന് ദൈവവചനം നമ്മളെ പഠിപ്പിക്കുന്നു. അവൻ ദൈവത്തോടെ പറഞ്ഞു, കർത്താവെ നീ എന്നെ നിശ്ചയമായും അനുഗ്രഹിക്കണമെന്ന്. നമ്മൾ മുമ്പേ പറഞ്ഞതുപോലെ യാക്കോബിനെ പിതാവായ ദൈവം അനുഗ്രഹിച്ചിരുന്നു, എന്നാൽ അവൻ്റെ ജീവിതത്തിൽ സമാധാനമില്ലായിരുന്നു. എന്നാൽ യഹോവയായ ദൈവം അവനെ അനുഗ്രഹിച്ചപ്പോഴാണ് അവൻ്റെ ജീവിതത്തിൽ സമാധാനവും സ്വസ്ഥതയെല്ലാം യാക്കോബ് അനുഭവിച്ചത്. അതുപോലെ തന്നെ നമുക്കറിയാം ലവോദിക്ക സഭ അവരെ പറ്റി പറഞ്ഞത് അവർ ധനവാനാണ്, അവർക്ക് ഒന്നിനും കുറവില്ല എന്നൊക്കെ അവർ വിചാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ കർത്താവ് അവരെ നോക്കി പറയുന്നുണ്ട്, നീ ധനവാനായിരിക്കുക, നീ ദരിദ്രനും നീ നഗ്നനും നീ കുരുടനുമാണെന്ന് പറയുന്നു. അപ്പോൾ ദൈവമില്ലാത്ത അനുഗ്രഹം അത് അനുഗ്രഹമല്ല. ദൈവം നമ്മളെ അനുഗ്രഹിക്കുമ്പോഴാണ് നമുക്ക് സ്വസ്ഥതയും സമാധാനവും നമുക്ക് സന്തോഷവും എല്ലാം നമ്മുടെ ജീവിതത്തിൽ ഉടലെടുക്കുന്നത്. അടുത്തതായിട്ട് ഈ എബേസ് പ്രാർത്ഥിച്ചത്, അവിടുത്തെ പ്രാർത്ഥനയിൽ ഇങ്ങനെ കാണാൻ കഴിയും, എന്നെ നിശ്ചയമായും നീ അനുഗ്രഹിക്കണമെന്ന് പറഞ്ഞതിന് ശേഷം അവിടെ പറയുന്നു, എൻ്റെ അതിർ വിസ്താരമാക്കുകയും അവൻ്റെ ബൗണ്ടറീസ്, അവൻ്റെ ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലും അവൻ്റെ ബൗണ്ടറീസ് എക്സ്പാൻഡ് ചെയ്യണമെന്ന്. ഇപ്പോൾ അവന് നന്മകൾ അനുഭവിക്കുന്നുണ്ടെങ്കിൽ അതവനൊന്ന് എൻലാർജ് ചെയ്ത് കൊടുക്കണം, അതിനെ വിസ്താരമാക്കണമെന്ന് പറയുന്നു. അത് ഏതെല്ലാം കാര്യങ്ങളിലാണെന്ന് അവൻ പറയുന്നില്ല. അവൻ്റെ ജീവിതത്തിലെ എല്ലാ മണ്ഡലങ്ങളെ ഉദ്ദേശിച്ചുകൊണ്ടായിരിക്കുന്നു, ആത്മീക ഭൗതിക മണ്ഡലങ്ങളെ എല്ലാം ഉദ്ദേശിച്ചുകൊണ്ടായിരിക്കും പറയുന്നത്. അതിൻ്റെ ആത്മീകമായ കാര്യങ്ങൾ, കർത്താവേ എൻ്റെ ഉൾക്കണ്ണുകളെ, നമുക്കും പ്രാർത്ഥിക്കാം, എൻ്റെ ആത്മീയ മണ്ഡലങ്ങളെ ഉദ്ദേശിച്ചുകൊണ്ട് പ്രാർത്ഥന, എൻ്റെ ഉൾക്കണ്ണുകളെ തുറക്കണം, ആത്മീയ കാര്യങ്ങൾ മനസ്സിലാക്കുവാൻ തക്കവണ്ണം എന്നെ സഹായിക്കണം. എബേസ് എന്ത് പറഞ്ഞെന്ന് അറിയത്തില്ല, അതിരുകളെ വിസ്താരമാക്കണമെന്നേ പറയുന്നുള്ളൂ. ഭൗതിക കാര്യങ്ങളെ സംബന്ധിച്ച് നമുക്ക് പ്രാർത്ഥിക്കാൻ പറ്റും. നമ്മുടെ മനസ്സിനെ ഒന്ന് പുതുക്കുവാൻ ദൈവത്തോട് നമുക്ക് പ്രാർത്ഥിക്കാൻ പറ്റും. മനസ്സിനെ പുതുക്കുവാൻ ദൈവവചനത്തിൽ പറയുന്നുണ്ട്. അതിനുവേണ്ടി നമുക്ക്
പ്രാർത്ഥിക്കുവാൻ പറ്റും. നമ്മുടെ റിലേഷൻഷിപ്പ്, മറ്റുള്ളവരുമായിട്ട് റിലേഷൻഷിപ്പിന് അതിനെ വിസ്താരമാക്കുവാൻ നമുക്ക് പ്രാർത്ഥിക്കാൻ പറ്റും. അപ്പോൾ ഈ എബേസ് പ്രാർത്ഥിച്ചതുപോലെ നമ്മുടെ ജീവിതത്തിലും നമുക്ക് പ്രാർത്ഥിക്കാൻ പറ്റും. ദൈവമേ, എൻ്റെ അതിരുകൾ, എൻ്റെ പ്രൊഫഷൻ്റെ, എൻ്റെ മിനിസ്ട്രിയുടെ ദൈവമേ അതിരുകളെല്ലാം നീ വലുതാക്കി തരണമേ, നീ വിസ്താരമാക്കി തരണമേ എന്ന്. അത് ദൈവം ആഗ്രഹിക്കുന്ന ഒരു പ്രാർത്ഥനയാണ്. ദൈവം മറുപടി തരുന്ന ഒരു പ്രാർത്ഥനയാണ്. അതുകൊണ്ട് എബേസ് ആഗ്രഹിച്ചതുപോലെ നമുക്ക് പ്രാർത്ഥിക്കാൻ പറ്റും. നമ്മൾ ഏതെല്ലാം കാര്യങ്ങളിൽ നമുക്കൊരു മുന്നേറ്റം വേണമെന്ന് നമ്മൾ ആഗ്രഹിക്കുന്നു, അത് ദൈവത്തിൻ്റെ കരങ്ങളിൽ കൊടുത്ത് ദൈവമേ, എൻ്റെ ജീവിതത്തിൽ എൻ്റെ അതിരുകളെല്ലാം, എൻ്റെ ജീവിതത്തിൻ്റെ ഞാൻ ഉൾപ്പെടുന്ന എല്ലാ കാര്യങ്ങളിൽ എൻ്റെ അതിരുകളെ വിസ്താരമാക്കി തരണമേ നമുക്ക് പ്രാർത്ഥിക്കാൻ പറ്റും. അത് അടുത്തതായിട്ട് എബേസ് പ്രാർത്ഥിച്ചത്, ദൈവമേ എന്നോട് കൂടെ അടുത്ത പ്രാവശ്യം നിൻ്റെ കൈ എന്നോട് കൂടി ഇരുന്ന് അനർത്ഥം എനിക്ക് വ്യസന കാരണമായി തീരാതെ വണ്ണം എന്നെ കാക്കുകയും ചെയ്താൽ കൊള്ളാമായിരുന്നു. കർത്താവേ, നിൻ്റെ കൈ എന്നോട് കൂടെ ഇരുന്ന് അനർത്ഥം എനിക്ക് വ്യസന കാരണമാക്കരുതെന്ന് പറഞ്ഞു. ദൈവത്തിൻ്റെ കൈ, നീട്ടിയ ഭുജം, അവൻ്റെ ബലമുള്ള കരങ്ങൾ, നമ്മളെ താങ്ങുന്ന കരങ്ങൾ, നമ്മളെ ശക്തീകരിക്കുന്ന കരം, നമ്മളെ വിടിവിക്കുന്ന കരം, നമ്മളെ സൂക്ഷിക്കുന്ന കരം, ആ കരം എന്നോടുകൂടെ ഇരിക്കണമേ എന്ന് ഇവിടെ എബേസ് പ്രാർത്ഥിക്കുകയാണ്. ആ കരം എന്തിനാ കൂടെ ഇരിക്കുന്നത്? എബേസ് ജീവിതത്തിൽ അംഗീകരിക്കുകയാണ്, ദൈവമേ എനിക്ക് അനർത്ഥങ്ങൾ ഉണ്ടാകും. ആ അനർത്ഥങ്ങൾ ഉണ്ടാകുമ്പോൾ അനർത്ഥം വ്യസനത്തിലേക്ക് എന്നെ കൊണ്ടുപോകാതെ നിൻ്റെ കൈ എന്നോട് കൂടെ ഇരിക്കണമേ എന്നവിടെ പ്രാർത്ഥിക്കുകയാണ്. അപ്പോൾ ദൈവവചനത്തിൽ പറയുന്ന ആവർത്തന പുസ്തകം 33-ാം അധ്യായത്തിൽ 27-ാം വാക്യത്തിൽ പറയുന്നുണ്ട്, പുരാതനായ ദൈവം നിൻ്റെ സങ്കേതം താഴെ ശാശ്വത ഭുജം ഉണ്ട് എന്ന്. അവന് ശത്രുവിനെ നിൻ്റെ മുമ്പിൽ നിന്ന് നീക്കിക്കളയും എന്ന്. അപ്പോൾ പുരാതനായ ദൈവം നമ്മുടെ സങ്കേതമാണ്, ശാശ്വതമായ അവൻ്റെ ഭുജം നമ്മൾക്കുണ്ട്, നമ്മളെ താങ്ങുവാൻ നമ്മളോട് കൂടെയുണ്ട്. അപ്പോൾ ഇവിടെ എബേസിന് അറിയാം, അനർത്ഥങ്ങൾ, പരീക്ഷകൾ, പ്രശ്നങ്ങളെല്ലാം ജീവിതത്തിൽ ഉണ്ടാകും. എന്നാൽ അത് അംഗീകരിച്ചുകൊണ്ട് പറയുകയാണ്, എന്നാൽ ദൈവമേ അതൊന്നും എനിക്ക് ആ വ്യസനത്തിന് കാരണമാകരുതേ എന്ന് എബേസ് പ്രാർത്ഥിക്കുന്നുണ്ട്. പ്രിയപ്പെട്ടവരെ, നമുക്കും അങ്ങനെ പ്രാർത്ഥിക്കാൻ പറ്റും. കർത്താവ് പറയുന്നില്ല, നമ്മുടെ ക്രിസ്തീയ ജീവിതത്തിൽ വ്യസനങ്ങളിൽ, കഷ്ടങ്ങളില്ലാത്തൊരു ജീവിതത്തെ കർത്താവ് നമുക്ക് പ്രോമിസ് ചെയ്തിട്ടില്ല. കർത്താവ് തന്നെ പറയുന്നുണ്ട്, നിങ്ങൾ ലോകത്തിലെ കഷ്ടങ്ങളുണ്ട്, എങ്കിലും നിങ്ങൾ ധൈര്യപ്പെടുവിൻ, ലോകത്തെ ജയിച്ചവനായ ഞാൻ നിങ്ങളോട് കൂടെ ഉണ്ട് എന്ന് പറയുന്നു. അപ്പോൾ ആ ദൈവത്തിൻ്റെ കരം നമ്മുടെ പ്രശ്നങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുമ്പോൾ, ദൈവമേ ഇത് വ്യസനത്തിന് കാരണമാകരുതേ നമുക്കും പ്രാർത്ഥിക്കാൻ പറ്റും. കർത്താവ് തന്നെ, യഹോവയായ ദൈവം തന്നെ യാക്കോബിനോട് പറയുന്നുണ്ട്, നീ നദിയിൽ കൂടി കടക്കും, എന്നാൽ നദി നിന്റെ മേൽ കവിയുകയില്ല. നീ വെള്ളത്തിൽ കൂടി കടക്കും, എന്നാൽ നീ മുങ്ങിപ്പോകുകയില്ല. നീ തീയിൽ കൂടി കടക്കും, എന്നാൽ നീ വെന്തു പോകുകയില്ല. അഗ്നിജ്വാല നിന്നെ ദഹിപ്പിക്കുകയില്ല. അഗ്നിസമാനമായ വെള്ളം കയറി അത് തുല്യമായ പ്രശ്നങ്ങളും പ്രതികൂലങ്ങളൊക്കെ ഒരു ദൈവപൈതൻ്റെ ജീവിതത്തിൽ വന്നാലും അവിടെ ദൈവത്തിൻ്റെ അദൃശ്യമായ കരങ്ങൾ കൊണ്ട് താങ്ങുമെന്നുള്ള ആ സത്യം ആർക്കറിയാമായിരുന്നു? അത് എബേസിനറിയാമായിരുന്നു. അപ്പോൾ എബേസ് പൂർണ്ണമായി ദൈവത്തിൽ ആശ്രയിച്ച് തൻ്റെ കരങ്ങളിൽ തന്നെ കാത്തുകൊള്ളണമെന്ന് അവിടെ പറയുന്നുണ്ട്. നമുക്ക് പൗലോസിനോടെയും കർത്താവ് പറയുന്നുണ്ട്. പൗലോസ് പ്രസംഗിക്കാൻ കൊരിന്ത്യയിൽ സഭയിലൊക്കെ പോകുമ്പോൾ ആ കർത്താവ് പറയും, ഇനിയും നീ പ്രസംഗിക്കുക, നീ ഭയപ്പെടാതെ പ്രസംഗിക്കുക, അവരാരും നിന്നെ കയ്യേറ്റം ചെയ്ത് നിനക്ക് ദോഷം വരുത്തുകയില്ല എന്ന്. അപ്പോൾ കയ്യേറ്റം ചെയ്യുകയില്ല എന്നല്ല പറയുന്നത്, കയ്യേറ്റമൊക്കെ ഉണ്ടാകും, പക്ഷെ അത് നിനക്ക് ദോഷമായി തീരുകയില്ല എന്ന് പറയുന്നുണ്ട്. അതുകൊണ്ട് ഇപ്പം എബേസും ആ ദൈവം ആരെന്ന് മനസ്സിലാക്കി, ദൈവത്തിൻ്റെ പ്രവൃത്തി എങ്ങനെയുള്ളതാണെന്ന് മനസ്സിലാക്കി, ആ ദൈവത്തിൽ ഞാൻ ആശ്രയിച്ചാൽ ദൈവം എന്നെ വിടിവിക്കുമെന്നുള്ള ആ പൂർണ്ണമായ ബോധ്യത്വത്തോടുകൂടി, വിശ്വാസത്തോടുകൂടി ദൈവത്തിൽ ആശ്രയിച്ചുകൊണ്ട് പ്രാർത്ഥിച്ചപ്പോൾ ഇവിടെ എന്താണ് എഴുതിയിരിക്കുന്നത്? അവൻ അപേക്ഷിച്ചതിന് ദൈവം അവനെ നൽകിയെന്ന്. അവൻ അപേക്ഷിച്ചതിന് ദൈവം അവന് നൽകി. അവനെ ദൈവം അനുഗ്രഹിച്ചു. ദൈവം അവനെ മാന്യനായി കണ്ടു. ദൈവത്തിൻ്റെ കരം അവനോട് കൂടെ ഉണ്ടായിരുന്നു. ദൈവം അവനെ വഴി നടത്തിയതായിട്ട്. അതുകൊണ്ടാണ് ദൈവം അവൻ അപേക്ഷിച്ച് ദൈവം അവന് നൽകിയെന്ന് ഇവിടെ എഴുതിയിരിക്കുന്നത്. അപ്പോൾ അവൻ്റെ ജീവിതത്തിൽ അവൻ ജീവിതത്തിൽ അവൻ അനുഭവിക്കുന്ന ആ വ്യസനം
ഇനി അവനെ അനുഭവിക്കാതെ വണ്ണം ദൈവം അവനെ മാന്യനാക്കി, മറ്റുള്ളവരെക്കാട്ടിലെല്ലാം മാന്യനാക്കി തീർത്തു എന്നുണ്ട്. ഈ ഫസ്റ്റ് ക്രോണിക്കിൾസ് 2-ാം അധ്യായം 55-ാം വാക്യത്തിൽ നമുക്ക് കാണുവാൻ കഴിയും. അവിടെ എഴുതിയിരിക്കുന്ന എബേസ് എന്ന പേരിൽ ഒരു പട്ടണം ഉണ്ടായിരുന്നു. എബേസ് എന്ന പേരിൽ ആ പട്ടണം ശാസ്ത്രജ്ഞന്മാർ, സയൻറ്റിസ്റ്റുകളൊക്കെ താമസിച്ച പട്ടണമായിരുന്നു. എബേസിൻ്റെ പേരിൽ ഒരു പട്ടണവും അവിടെ ഉണ്ടായെന്ന് കാണുന്നു. അപ്പോൾ എന്താണ് യഹോവയെ ഈ എബേസിനെ മാന്യനാക്കി തീർത്തത്? യഹോവ ഭക്തിയാണ് അവനെ മാന്യനാക്കി തീർത്തത്. യഹോവ ഭക്തി സകല ദോഷത്തെയും മാറ്റും. യഹോവയിലുള്ള ഭക്തി സകല ദോഷത്തെയും മാറ്റുമെന്ന് നമുക്ക് കാണുവാൻ കഴിയും. അപ്പോൾ എബേസിൻ്റെ പ്രാർത്ഥന എന്താണ് നമ്മളെ പഠിപ്പിക്കുന്നത്? നമ്മുടെ മോട്ടീവ് ശരിയാണെങ്കിൽ, നല്ല പ്യുവറായിട്ടുള്ള മോട്ടീവോടുകൂടി നമ്മൾ പ്രാർത്ഥിക്കുകയാണെങ്കിൽ, ദൈവത്തെ പ്രസാദിപ്പിക്കുന്ന ഒരു ജീവിതമാണ് നാം നയിക്കുന്നതെങ്കിൽ, നമ്മുടെ സങ്കടവേളകളിൽ നമ്മൾ ദൈവത്തോട് കരഞ്ഞപേക്ഷിക്കുമ്പോൾ മറുപടി തരുന്ന ദൈവമാണ് നമ്മുടെ ദൈവമെന്ന് നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയും. വേണമെങ്കിൽ എബേസിന് ഒരു വ്യസനപുത്രനായി തന്നെ ജീവിക്കാമായിരുന്നു. എന്നാൽ അവൻ്റെ സങ്കടകരമായ അവസ്ഥയിൽ നിന്ന് ഉടലെടുത്ത് അവൻ്റെ പ്രാർത്ഥന, അവൻ്റെ വിശ്വാസത്തോടുകൂടി അവൻ്റെ പ്രാർത്ഥന, അവന് ദൈവത്തിൽ ആശ്രയിച്ചിട്ടുള്ള അവൻ്റെ പ്രാർത്ഥന, ദൈവത്തിൻ്റെ പ്രവൃത്തികളെ അംഗീകരിച്ചുകൊണ്ടുള്ള അവൻ്റെ പ്രാർത്ഥന, താഴ്മയോടുകൂടിയുള്ള അവൻ്റെ പ്രാർത്ഥന, ആ ദൈവത്തിൻ്റെ അവനെ മറുപടി കൊടുക്കുവാൻ ദൈവത്തിന് പ്രസാദമായി. പ്രിയപ്പെട്ടവരെ, അവൻ്റെ ദൈവത്തെക്കുറിച്ചുള്ള അറിവ് അവൻ പ്രവൃത്തിയിലേക്ക് കൊണ്ടുവന്നു. എബേസിന് ദൈവത്തെപ്പറ്റി അറിയാവുന്ന പോലെ എല്ലാം നമുക്കും അറിയാം. എന്നാൽ പ്രിയപ്പെട്ടവരെ, നമ്മൾ അതുപോലെ ദൈവത്തിൽ ആശ്രയിക്കുന്നുണ്ടോ? അതുപോലെ നാം ദൈവത്തിൽ വിശ്വസിക്കുന്നുണ്ടോ? അങ്ങനെയെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ പ്രാർത്ഥനകൾക്ക്, നമ്മുടെ സങ്കടവേളകളിൽ നമ്മുടെ പ്രാർത്ഥനയ്ക്ക് മറുപടി തരുവാൻ നമ്മുടെ ദൈവം മതിയായ ദൈവമാണ്. അതുകൊണ്ട് ഈ പുതിയ വർഷക്കാലത്തിൽ നമുക്ക് ദൈവത്തെക്കുറിച്ച് എത്ര അറിവുണ്ടെങ്കിലും നമ്മൾ അറിവിൽ നാം ദൈവത്തിൽ ആശ്രയിക്കുകയും ദൈവത്തോടെ നാം പ്രാർത്ഥിക്കുകയും നമ്മുടെ സങ്കടവേളകളിൽ ദൈവത്തോടെ കരഞ്ഞപേക്ഷിക്കുകയും തരുമ്പോൾ, പ്രിയപ്പെട്ടവരെ, നമുക്ക് മറുപടി തരുവാൻ നമ്മുടെ ദൈവം മതിയായ ദൈവമാണ്. അവൻ വാഗ്ദത്തങ്ങളിൽ വിശ്വസ്തനാണ്. അവൻ ഒരിക്കലും അവൻ്റെ സ്വഭാവം മാറ്റുവാൻ അവനെ കഴിയുകയില്ല. അവനെ അനുഗ്രഹിക്കുന്ന ദൈവമാണ്. അതുകൊണ്ട് ഈ പുതിയ വർഷക്കാലം നമ്മുടെ എല്ലാ വേളകളിലും, നമ്മുടെ സന്തോഷത്തിൻ്റെയും സന്താപത്തിൻ്റെയും എല്ലാ വേളകളിലും ദൈവത്തെ ഒരുപോലെ അനുഗമിച്ചുകൊണ്ട് നമ്മുടെ പ്രാർത്ഥനാ വിഷയങ്ങൾ എബേസ് സമർപ്പിച്ചതുപോലെ ദൈവകരങ്ങളിൽ നമുക്ക് സമർപ്പിക്കാം. ദൈവവചനം ഇങ്ങനെ പറയുന്നു. യോഹന്നാന്റെ സുവിശേഷം 15-ാം അധ്യായം 7-ാം വാക്യത്തിൽ ഇങ്ങനെ പറയുന്നു: നിങ്ങൾ എന്നിലും എൻ്റെ വചനം നിങ്ങളിലും വസിച്ചാൽ നിങ്ങൾ ഇച്ഛിക്കുന്നത് എന്തെങ്കിലും അപേക്ഷിപ്പിന് അത് നിങ്ങൾക്ക് കിട്ടുമെന്ന്. അതോടൊപ്പം നിങ്ങൾ എന്നിലും എൻ്റെ വചനം നിങ്ങളിലും വസിച്ചാൽ നിങ്ങൾ ആഗ്രഹിക്കുന്ന എന്തപേക്ഷിച്ചാലും ഞാനത് നിങ്ങൾക്ക് ചെയ്തു തരുമെന്ന് കർത്താവ് പറയുന്നു. അന്ന് എബേസിന് ചെയ്തു കൊടുത്ത ദൈവം ഇന്നലെയും ഇന്നും എന്നേക്കും അനന്യനായ ദൈവമാണ്. അതുകൊണ്ട് ഈ പുതിയ വർഷക്കാലം നമ്മുടെ സകല ആവശ്യങ്ങളും ദൈവത്തിൽ ആശ്രയിച്ചുകൊണ്ട്, കർത്താവിൽ വിശ്വസിച്ചുകൊണ്ട് നമുക്ക് ദൈവകരങ്ങളിൽ നമുക്ക് സമർപ്പിക്കാം. അവൻ മറുപടി തരുവാൻ മതിയായ ദൈവമാണ്. ഈ വചനങ്ങളാൽ ദൈവം നമ്മളെ അനുഗ്രഹിക്കുമാറാകട്ടെ. ആമീൻ. ഒരു നിമിഷം നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവേ, സ്തോത്രം, സ്തോത്രം, സ്തോത്രം. ദൈവമേ, ഹല്ലേലൂയ, സ്തോത്രം. കർത്താവേ, ഈ പുതിയ വർഷത്തിൽ കർത്താവേ, എബേസ് പ്രാർത്ഥിച്ചതുപോലെ ദൈവത്തിൽ ആശ്രയിച്ചുകൊണ്ട് അവൻ്റെ വ്യസന പാത്രമായിരുന്ന അവൻ്റെ അവസ്ഥകളെ മാറ്റി അവനെ മാന്യനാക്കിയ ദൈവമേ, അവിടുത്തെ കാര്യങ്ങളിൽ എബേസ് പ്രാർത്ഥിച്ചതുപോലെ ഞങ്ങൾക്കും പ്രാർത്ഥിക്കുവാൻ, കർത്താവിൽ ആശ്രയിച്ചുകൊണ്ട് വിശ്വസിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുവാൻ ഞങ്ങളെ അവിടുന്ന് സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ഹല്ലേലൂയ, താഴ്മയോടെ കർത്താവെ നിന്നിൽ ആശ്രയിപ്പാൻ ഞങ്ങളെ അവിടുന്ന് സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. അവൻ അങ്ങയിൽ വസിച്ചുകൊണ്ട്, അവിടുത്തെ വചനത്തിൽ വസിച്ചുകൊണ്ട് എന്ത് യാചിച്ചാലും ഞങ്ങൾക്ക് തരാമെന്ന് അങ്ങ് വാഗ്ദത്തം ചെയ്തിട്ടുണ്ടല്ലോ ദൈവമേ. ഈ പുതിയ വർഷക്കാലം അങ്ങിൽ വസിപ്പാൻ, അങ്ങയുടെ വചനം ഞങ്ങളിൽ വസിപ്പാനും അവിടുന്ന് സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. അങ്ങയുടെ മുഖത്തേക്ക് നോക്കുവാൻ ഞങ്ങളെ അവിടുന്ന് സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥന കേട്ടതിനെ ഓർത്ത് സ്തോത്രം. കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ തന്നെ ആമീൻ. കർത്താവ് അനുവദിച്ചാൽ നമുക്ക് വീണ്ടും കാണാം.